മധ്യപ്രദേശിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടെന്ന പരാതി. ഏത് ബട്ടണിൽ അമർത്തിയാലും ബിജെപിക്ക് വോട്ട് രേഖപ്പെടുത്തുന്നുവെന്നാണ് പരാതി. അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസും എഎപിയും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മധ്യപ്രദേശിൽ അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി ചീഫ് ഇലക്ടറൽ ഓഫീസർ സലീന സിംഗ് വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധിക്കുന്നതിനിടെയാണ് ക്രമക്കേട് കണ്ടത്. ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താലും ബിജെപിക്ക് രേഖപ്പെടുത്തപ്പെടുന്ന രീതിയിലായിരുന്നു വോട്ടിംഗ് യന്ത്രത്തിന്റെ പ്രവർത്തനം. ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തപ്പെട്ടതെന്നറിയാൻ കഴിയുന്ന സ്ലിപ്പ് സംവിധാനവും വോട്ടിംഗ് യന്ത്രത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. ബിജെപിക്ക് വോട്ട് ലഭിച്ചതായാണ് സ്ലിപ്പുകളിൽ ഉണ്ടായിരുന്നത്. സംഭവം റിപ്പോർട്ട് ചെയ്യരുതെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ അവിടെയുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് അപേക്ഷിച്ചു. സംഗതി പുറത്തായാൽ ജയിലിൽ പോകേണ്ടി വരുമെന്നായിരുന്നു ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞത്. സംസ്ഥാന ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. യുപി, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടന്നുവെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നതിനിടെയാണ് മധ്യപ്രദേശിലെ സംഭവം. ബിഎസ്പി നേതാവ് മായാവതി വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിന് വോട്ടിംഗ് യന്ത്രത്തിനു പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. മനോരമ ന്യൂസ്, ഡൽഹി.